ഞാനിപ്പോൾ ഉള്ളത് പേൾ ഖത്തറിലാണ്. 1926 മുതൽ 1994 വരെയുള്ള ക്ലാസിക് കാറുകളുടെ പ്രദർശനം കേട്ടോ ഇവിടെ നടക്കുന്നത്. ഇത് 1926 മോഡൽ വണ്ടിയാണ്. റിയോൻ്റെ T6 സീരീസ് എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് കേട്ടോ. പഴയ വണ്ടി, 1926 ഇറങ്ങിയ വണ്ടിയാണിത്. ഈ കാണുന്നു 1926 ഇത് റെനോൾട്ടിൻ്റെ വണ്ടി കേട്ടോ. റെനോൾട്ടിൻ്റെ NN എന്ന് പറഞ്ഞ മോഡലാണ് 1926. ഇതൊരു കൺവേർട്ടബിൾ മോഡലാണ് കേട്ടോ, ടോപ്പ് തുറക്കാൻ പറ്റുന്നത്. ഇത് ഫോർഡിൻ്റെ 1927 മോഡൽ വണ്ടിയാട്ടോ. റോഡ്സ്റ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടൈപ്പ് കാണിക്കുന്നത്. ഇതിൻ്റെ ഇത് കണ്ടോ, വീല് കണ്ടോ, ഇത് മരമാണ് കേട്ടോ. ഇതൊരു കൺവേർട്ടബിൾ മോഡൽ വണ്ടിയാണ്. 2 സീറ്റർ ആട്ടോ, 2 ആൾക്ക് മാത്രം യാത്ര ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. 1929 ഇറങ്ങിയ കാഡിലാക്കിൻ്റെ ബോട്ടൈൽ എന്ന് പറഞ്ഞ മോഡൽ വണ്ടിയാണ് കേട്ടോ. ഇത് 2 ആൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. എത്ര നീളം നോക്കി, ഇതിൻ്റെ ഭയങ്കര നീളല്ലേ. ഇതിൻ്റെ സ്റ്റെപ്പിനെയൊക്കെ ഉണ്ടോ, ബാക്കിലെ പമ്പറിൻ്റെ മുകളിലുള്ള ഏറ്റവും ബാക്കിൽ. ഇതൊരു BMW വണ്ടിയാണ്. BMW ഡിക്സി എന്ന് പറഞ്ഞൊരു മോഡലാണ്. കംഫർട്ടബിൾ 2 സീറ്ററാണ്. 1929 തന്നെ കേട്ടോ ഇത് ഇറങ്ങിയിട്ടുള്ളത്. ഇൻറ്റീരിയറൊക്കെ അങ്ങനെ ഉണ്ട്, അടിപൊളിയല്ലേ. ടയറൊക്കെ മറ്റേ ഇല്ലി കേട്ടോ, ഇല്ലിൻ്റെ ടയറാണ്. സെറ്റപ്പ് വണ്ടിയിലെ ചെറിയ വണ്ടിയാണിത്. ഇത് ഫോർഡിൻ്റെ മോഡൽ A എന്ന് പറഞ്ഞ വണ്ടിയാണ്. സെഡാൻ ടൈപ്പാണ് കേട്ടോ ഇത്. ഇതും 1929 മോഡലാണ്. അത്യാവശ്യം ഇൻറ്റീരിയർ സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. 5 സീറ്ററാണ് ഇത്. ഡോറ് 2 ഉള്ളെങ്കിലും 5 സീറ്റർ വണ്ടിയാണ്. ഇതിൻ്റെ ഫേവറേറ്റ് കളറാട്ടോ. എങ്ങനെയുണ്ട് ഈ കളറ്, അടിപൊളിയല്ലേ. ഇത് ഫോർഡിൻ്റെ തന്നെ മോഡൽ എൻ്റെ ഡീലക്സ് ആട്ടോ. നേരത്തെ തന്നെ നോർമലാണ് കണ്ടത്, ഇത് ഡീലക്സ് ആണ്. ഇത് 1931 ഇത് ഇറങ്ങിയത്. ഇതൊരു കൺവെർട്ടബിൾ 2 സീറ്ററാണ്. ഇതിൻ്റെ സ്റ്റെപ്പിനെയൊക്കെ വെച്ചിട്ടുണ്ട് സൈഡിൽ ഒരു ബെൽറ്റൊക്കെ ഇട്ട് ടൈറ്റാക്കിയിട്ട്. ഈ നീല ഈ കറുപ്പും പെയിൻറ്റിനോട് കൂടെ തന്നെ ഈ വീലിൻ്റെ കളർ മഞ്ഞ കൊടുത്ത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതൊരു ബെഞ്ച് സീറ്റാണ്. 2 ആൾക്കാർക്ക് 3 ആൾക്കാർക്കൊക്കെ യാത്ര ചെയ്യുന്നുണ്ടാവും. അന്ന് കാലത്ത് 3 ആൾക്കാരൊന്നും പ്രശ്നമല്ലല്ലോ. ഇതിൻ്റെ ബാക്കിലൊരു പെട്ടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് മക്കളെ റോൾസ് റോയ്സിൻ്റെ ഫാൻറ്റം 2 എന്ന് പറഞ്ഞ മോഡലാണിത്. ഇത് 1935 മോഡലാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട് കേട്ടോ. അത്രക്കും നല്ല വൃത്തിയിലാണ് ഇതുള്ളത്. ഒരു പൊടി പോലും ഇതിൻ്റെ മുകളിൽ ഉണ്ടാവില്ല. ഇപ്പോൾ ആൾക്കാരിങ്ങനെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ, സ്റ്റാഫ് ഇതിങ്ങനെ തുടച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു ഓരോ മണിക്കൂർ ഇടുമ്പോൾ തുടയ്ക്കണം. ഇതിൻ്റെ ബാക്കൊക്കെ നോക്കി ഒരു രക്ഷയില്ല. ഇപ്പോഴത്തെ കാറ് പോലും മാറി നിൽക്കും ഇതിൻ്റെ മുമ്പിൽ. ഇത് 1938 മോഡലാട്ടോ. പ്ലേമൗത്ത് എന്ന് അതിൻ്റെ പേര് കാണുന്നത്. ഞാൻ ആദ്യമായിട്ട് കേൾക്കാം കേട്ടോ ഇങ്ങനത്തെ ഒരു കമ്പനി. നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. നമ്മളെ അംബാസഡറിൻ്റെ എവിടേക്കോ ഒരു ചൊയ കിട്ടുന്നുണ്ട്, പക്ഷേ ബാക്കിലെത്തുമ്പോൾ മൊത്തം മാറി കേട്ടോ. ഇതിൻ്റെ ബാക്കിലും ഫ്രണ്ടിലൊക്കെ 2 പീസ് ഗ്ലാസ് ആട്ടോ, നമ്മളെ പഴയ KSRTC പോലെ. ഇത് ബ്യുക്ക് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ 8 എന്ന് പറഞ്ഞൊരു മോഡലാണ് കേട്ടോ. ഇതും ഞാൻ ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നത്. ഇതും ഏകദേശം അംബാസഡറിൻ്റെ മാതിരി തന്നെ ഉണ്ടല്ലോ. ഇത് 1946 മോഡൽ വണ്ടിയാണ് കേട്ടോ. ഇത് നമ്മളെ മേഴ്സിഡസിൻ്റെ 220 എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് 1950 ഇറങ്ങിയ വണ്ടിയാണ്. ഇതൊരു 5 സീറ്റർ സെഡാൻ മോഡലാണ് കേട്ടോ. ഇത് 1953 ഇറങ്ങിയ വണ്ടിയാണ്. ഫിയറ്റിൻ്റെ 500C എന്നാട്ടോ ഇതിൻ്റെ പേര്. നല്ല ലുക്കില്ലേ വണ്ടി കാണാൻ. ഇത് 1953 മോഡൽ തന്നെയാണ്. റോൾസ് റോയ്സിൻ്റെ സിൽവർ ഡൗൺ എന്ന് പറഞ്ഞ മോഡലാണ് കേട്ടോ. അതായിരിക്കും ഒരു പക്ഷേ സിൽവർ കളറും കൊടുത്ത്. എന്തായാലും അടിപൊളി വണ്ടി കേട്ടോ. അത് നല്ല രാജകീയമായിട്ട് പോകാൻ പറ്റുന്ന കംഫർട്ടബിൾ മോഡലാണ്. 4 സീറ്ററാണ് കേട്ടോ. നല്ല ബക്കറ്റ് സീറ്റൊക്കെ കൊടുത്തിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഈ പഴയ ക്ലാസിക് വണ്ടീൻ്റെ ബാക്കൊക്കെ കാണാൻ നല്ല രസമാട്ടോ. ഈ മഡ്ഗാർഡും ഈ ബമ്പറൊക്കെ നോക്കി നിങ്ങൾ, അടിപൊളിയല്ലേ. ഇത് സൺബീം എന്ന് പറഞ്ഞൊരു കമ്പനീൻ്റെ ആൽഫൈൻ എന്ന് പറഞ്ഞൊരു മോഡൽ വണ്ടി കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റാട്ടോ കേൾക്കുന്നത്. ഞാൻ അങ്ങനത്തെ ഒരു പേര് ഇതുവരെ കേട്ടിട്ടില്ല. 1954 ഇറങ്ങിയ വണ്ടിയാണ്. 2 സീറ്റർ കൺവെർട്ടബിൾ മോഡലാണ്. ഇത് കർവേറ്റ് C1 എന്ന് പറഞ്ഞൊരു മോഡൽ വണ്ടിയാണ്, ഷവർലെറ്റിൻ്റെ. ഇത് 1958 ഇറങ്ങിയിട്ടുള്ള 2 സീറ്റ് കൺവെർട്ടബിളാണ്. കൺവെർട്ടബിൾ ഈ സാധനം ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ ഇങ്ങോട്ടേക്ക് ആക്കി വെച്ചിട്ട് ഇത് ക്ലോസ് ചെയ്യണം കേട്ടോ. ഈ ബാക്കിൽ പൊന്തി കിടക്കുന്ന സാധനം ക്ലോസ് ചെയ്യലാണ്. ആ സാധനം നിലത്ത് തട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിന് പ്രത്യേക ഒരു സാധനമൊക്കെ വെച്ചിട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. വണ്ടി എന്തായാലും ഒരു രക്ഷയില്ല. ഇത് കാഡിലാക്കിൻ്റെ ഈഡോറാഡോ എന്ന് പറഞ്ഞ മോഡലാണ് കേട്ടോ. ഈഡോറാഡോ, നല്ല പേരില്ലേ, പേര് പോലെ തന്നെ അടിപൊളി സാധനം കേട്ടോ. നല്ല നീളമുണ്ട് കണ്ടോ, ഒരു ലോറിൻ്റെ നീളമുണ്ട് ഇത്. ഇതിൻ്റെ ബാക്കൊക്കെ നോക്കി നമ്മളെ റോക്കറ്റിൻ്റെ ബാക്കിലെ പോലെ. എന്തായാലും സെറ്റപ്പ് ഒരു രക്ഷയില്ല കേട്ടോ. വണ്ടി അടിപൊളിയാണ്. ഇത് കൺവേർട്ടബിളാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാക്കാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. നല്ല ഷാർപ്പായിട്ട് ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റൊക്കെ. ഇത് 1959 മോഡലാണ്.
ഇത് ഫോർഡിൻ്റെ തണ്ടർബേർഡാണ്. 1960 മോഡലാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഇൻറ്റീരിയർ സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഇതും അത്യാവശ്യം നല്ല നീളമുള്ള വണ്ടിയാണ് കേട്ടോ. ഇവിടെ ഷാർപ്പായിട്ട് ഇതിൻ്റെ കോർണറൊക്കെ നല്ല ഷാർപ്പായിട്ടാണ് കിടക്കുന്നത്. ഇത് കാഡിലാക്കിൻ്റെ ഡെവിൾ എന്ന് പറഞ്ഞ മോഡലാണ്. 1964 മോഡലാണ് ഈ വണ്ടി. 5 സീറ്ററാണ്. കണ്ടോ, ഇതെല്ലാം ഇതിൻ്റെ ബാക്കെല്ലാം ഭയങ്കര ഷാർപ്പാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയ വണ്ടിയൊക്കെ മിക്കവാറും ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. അത്യാവശ്യം നല്ല നീളമുണ്ട്. ഇത് 1962 മോഡലാണ്. മെഴ്സിഡസിൻ്റെ 220 SC ആണ് കേട്ടോ. നമ്മൾ മുന്നേ കണ്ടത് 220 മോഡലായിരുന്നു. ഇത് 220 SC ആണ്. ഇത് ഫെറാറിൻ്റെ 250 GT ലൂസോ എന്ന് പറഞ്ഞ മോഡലാണ്. ഫെറാറി ആ കാലത്തെ അത്യാവശ്യം നല്ല പവർഫുൾ കാറാണ് കേട്ടോ. ആ കാലത്തുള്ള ഒരു പവർഫുൾ കാറാണത്. 1964 മോഡലാണ് കേട്ടോ. ഇതിൻ്റെ സീറ്റിൻ്റെ കളറും ഈ ഡിസൈനെല്ലാം പണ്ട് കാലത്തെ എങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഫെറാറീൻ്റെ ഒക്കെ വേറെ ലെവലാണ് സംഭവം. ഇത് റോൾസ് റോയ്സിൻ്റെ സിൽവർ ക്ലൗഡ് 3 എന്ന് പറഞ്ഞ മോഡലാണ് കേട്ടോ. ഇത് നല്ല ഫോഗ് ലാമ്പൊക്കെ ഉണ്ട്. നമ്മളെ കേരളത്തിൽ MVD ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത് പിടിക്കും കേട്ടോ. ഭയങ്കര വിഷയമാക്കൂല്. ഇത് 1965 മോഡലാണ്. പക്ഷേ ഈ ഡിസൈനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ആൾക്കാർക്കും റോൾസ് റോയ്സ് ആണ് എന്നുള്ളത് മനസ്സിലാകുന്നൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ കേട്ടോ ഇതിനുള്ളത്. ഇത് ജാഗ്വാറിൻ്റെ MK2 എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് 1967 മോഡൽ വണ്ടിയാണ് കേട്ടോ. അന്നത്തെ ജാഗ്വാറും ഇന്നത്തെ ജാഗ്വാറും തമ്മിൽ ഒരു ബന്ധവുമില്ല. നോക്കി നിങ്ങൾ. ഇത് ഫിയറ്റിൻ്റെ 600 മൾട്ടിപ്ല എന്ന് പറഞ്ഞ മോഡലാണ് കേട്ടോ. സംഭവം ചെറിയ കാറാണെങ്കിലും 5 സീറ്ററാണ് കേട്ടോ. ടാക്സിയാണ്. ടാക്സി ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് മുകളിൽ. ഇത് ലോട്ടസിൻ്റെ S2 യൂറോപ്പ എന്ന് പറഞ്ഞ മോഡലാണ് കേട്ടോ. അത് ഞാൻ ഈ മഞ്ഞ കണ്ടപ്പോൾ ഞാൻ ആദ്യം ഫെറാറിയാന്ന് വിചാരിച്ച് ഓടി വന്നതിന്. ഇതിൻ്റെ മുകളിൽ 2 കൊമ്പൊക്കെ ഉണ്ട്. ഇത് 1970 മോഡലാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇത് കാണുമ്പോൾ മറ്റേ നമ്മളെ CID മൂസയിലെ കാർ ഓർമ്മ വരുന്നുണ്ട്. ഇത് ബ്യുക്ക് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ റിവേറ എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിൻ്റെ ഫ്രണ്ടൊക്കെ ഉണ്ടാവും പ്രത്യേക ഒരു ഡിസൈനൊക്കെ തള്ളി നിൽക്കുന്ന ഗ്രില്ലൊക്കെ ഒരു ത്രികോണ ഷേപ്പിൽ നല്ല അടിപൊളി ലുക്കുള്ള കാറില്ലേ. ഇൻറ്റീരിയർ ഒന്നും രക്ഷയില്ല കേട്ടോ. അടിപൊളിയാണ്. ഇത് 1971 ഇറങ്ങിയ വണ്ടിയാണ് കേട്ടോ. മൊത്തത്തിലൊരു വെറൈറ്റി വണ്ടിയാണ്. ഇത് ജാഗ്വാറിൻ്റെ E-Type സീരീസ് 2 ആണ് കേട്ടോ വണ്ടി. 1971 ഇറങ്ങിയ വണ്ടിയാണ് കേട്ടോ. ഇത് സ്റ്റഡ്സ് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ബ്ലാക്ക് ഹൗക്ക് എന്ന് പറയുന്ന മോഡൽ വണ്ടിയാണ് കേട്ടോ. ഇതിൻ്റെ സൈലൻസർ ഉണ്ടോ നിങ്ങൾ, ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ബാക്കിൽ ഇങ്ങനെ പുറത്തേക്ക് തള്ളിക്കുന്ന രീതിയിൽ. ഇത് 1975 മോഡലാട്ടോ ഈ മുതൽ. ഇത് പോണ്ടിയാക്ക് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ഗ്രാൻഡ് AM എന്ന് പറഞ്ഞൊരു മോഡലാട്ടോ. ഖത്തർ രജിസ്ട്രേഷനൊക്കെ ഉണ്ട് ഇതിന്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം കേൾക്കുക കേട്ടോ ഈ പോണ്ടിയാക്ക് എന്നുള്ള പേര്. ഈ പേരൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് വണ്ടിനെ പറ്റിയൊന്നും ഒരു ചുക്കും അറിയില്ല എന്ന് മനസ്സിലാകുന്നത്. ഇത് 1975 മോഡൽ വണ്ടിയാണ് കേട്ടോ. 1977 പുറത്തിറങ്ങിയ BMWൻ്റെ 3231 എന്ന മോഡൽ വണ്ടിയാട്ടോ അത്. ഇത് ഏകദേശം നമ്മളൊക്കെ കണ്ട് പരിചയമുള്ളൊരു വണ്ടിയാണ്. BMWൻ്റെ പഴയ വണ്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. 1977 മോഡലാണ്. മെഴ്സിഡസിൻ്റെ 280 SC എന്ന് പറഞ്ഞ മോഡൽ വണ്ടിയാട്ടോ അത്. 1977 തന്നെ ഇറങ്ങിയാണ്. BMW ഉണ്ടെങ്കിൽ അവിടെ മെഴ്സിഡസും ഉണ്ടാവുമല്ലോ. സെയിം ഇയറിൽ പുറത്തിറങ്ങിയ വണ്ടിയാണിത്. നിസാൻ ഡാറ്റ്സൻ്റെ ZX 280 എന്ന് പറഞ്ഞ മോഡൽ വണ്ടിയാട്ടോ. നിസാനും ഡാറ്റ്സനും കൂടി ഒരുമിച്ചിറക്കിയ വണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് 1980 മോഡൽ വണ്ടിയാണ്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു നിസാനും ഡാറ്റ്സനും വേറെ വേറെ വണ്ടി ഇറക്കിയിട്ടില്ലായിരുന്നു തോന്നുന്നു. ഇത് ബ്യൂക്കിൻ്റെ ഇലക്ട്ര പാർക്ക് അവന്യൂ എന്ന് പറഞ്ഞ വണ്ടിയാട്ടോ. ഈ വണ്ടിൻ്റെ പേരൊക്കെ പഠിക്കണേ കുറച്ച് പണിയുണ്ട്. സംഭവം 1979 ഇറങ്ങിയ വണ്ടിയാണ്. ഇത് 1990 പുറത്തിറങ്ങിയ ആസ്റ്റൺ മാർട്ടിൻ്റെ ലഗോണ്ട എന്ന് പറഞ്ഞ വണ്ടിയാണ് കേട്ടോ. നമ്മൾ കുറേ വണ്ടി ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ നിന്ന് ലെങ്ത്ത് കൂടുന്നതിന് വേണ്ടിയിട്ട്. കാരണം സെയിം കമ്പനീൻ്റെ കുറേയേറെ വണ്ടികളുണ്ടായിരുന്നു. ഇത് പോണ്ടിയാക്കിൻ്റെ ട്രാൻസ് AM എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. ഇനി ഹെഡ്ലൈറ്റ് ഇല്ലയെന്ന് വിചാരിക്കേണ്ട. ആ സാധനം തുറന്നു വന്നു കഴിഞ്ഞാൽ അതിൽ ഹെഡ്ലൈറ്റ് ഉണ്ടാവും കേട്ടോ. ഇത് 1991 പുറത്തിറങ്ങിയാണ്. ഇത് ജാഗ്വാറിൻ്റെ XJ 220 എന്ന് പറഞ്ഞ മോഡലാണ്. ഇതൊരു സൂപ്പർ കാറാണ് കേട്ടോ. ഈ ഒരു എക്സിബിഷനിലെ ഏറ്റവും പുതിയ കാറാണത്. 1994 മോഡലാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.